പൊതുവെ കുഞ്ഞുമക്കൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യിക്കണം എന്നുള്ള കാര്യത്തിൽ എപ്പോഴും അമ്മമാർക്ക് ഒരു ടെൻഷനാണല്ലേ. അപ്പൊ നമ്മൾ ബുക്സിലുള്ള കാര്യങ്ങളും അതുപോലെ അവരുടെ നോട്ട്സിൽ എഴുതിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടി പ്രിപ്പയർ ചെയ്ത് അവരെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് കറക്റ്റ് അതിന്റെ ആ ഒരു രീതിയിൽ നമ്മൾ പഠിപ്പിച്ചെടുക്കുമ്പോൾ മാത്രമേ അവർക്ക് എക്സാമിന് പോയിട്ട് പലപ്പോഴും കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാവാത്ത രീതിയിൽ അവർ എഴുതി വെച്ചിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് അതിന് മുമ്പായിട്ട് പ്രിപ്പയർ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ടേമിലാണെങ്കിലും സെക്കൻഡ് ടേമിലാണെങ്കിലും തേർഡ് ടേമിലാണെങ്കിലും നമുക്ക് വ്യത്യസ്തമായിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പം അതിനു മുമ്പായിട്ട് അവരെ തിരിച്ചും മറിച്ചും അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മളൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു റഫ് നോട്ടിലോ അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോഴാണ് അവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അവരെ എന്തായാലും തയ്യാറാക്കിയേ പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി സ്കൂളിൽ നിന്ന് അവർ ഒരുപാട് വേർഡ്സുകളാണെങ്കിലും അതേപോലെ തന്നെ അവർക്ക് ആക്ടിവിറ്റീസ് അതിൽ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് വളരെ ചുരുക്കിയ രീതിയിലായിരിക്കും. പക്ഷെ നമ്മൾ മുഴുവൻ വേർഡ്സിനെയും തിരിച്ചും മറിച്ചും എല്ലാ രീതിയിലും അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് 100% മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മലയാളമാണ്. നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും ഇതുപോലെ തന്നെ ചെയ്തു കൊടുക്കാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ പറയുന്നത് നമ്മൾ മിസ്സിംഗ് ലെറ്റർ. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ ആദ്യത്തെ എക്സാമിനും അതേപോലെ ക്രിസ്മസ് എക്സാമിനും ഓൾമോസ്റ്റ് എല്ലാവർക്കും മിസ്സിംഗ് ആയിരിക്കും വരിക. പക്ഷെ ഞാൻ ഇവിടെ പിക്ചർ കൊടുത്തിട്ട് അതിന്റെ നേരെ അവർക്ക് വേർഡ്സ് എഴുതാനും കൂടെ ഞാൻ എന്റെ മോൾക്ക് വേണ്ടി പ്രിപ്പയർ ആയിട്ടുണ്ട് കേട്ടോ. അത് ഒരുപാട് നമ്മൾ മേലെയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇപ്പോഴേ അത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് ഇനിയിപ്പോൾ എക്സാം അങ്ങനെ വരികയാണെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ എന്തായാലും ലാസ്റ്റ് എക്സാമിന് ഇയറിലെ എക്സാമിന് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇപ്പോഴേ അത് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈ എന്താണോ അക്ഷരങ്ങൾ അത് കൊടുത്തിട്ട് അത് ആദ്യത്തെ ലെറ്റേഴ്സ് എഴുതാനുള്ള രീതിയിലുള്ള അങ്ങനെ നമ്മൾ ഇതുപോലെ തിരിച്ചും മറിച്ചും എല്ലാ രീതിയിലും ക്വസ്റ്റ്യൻസ് വരാന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ. ഇതേപോലെ തന്നെ അതേപോലെ ആ ഈ അതിൻ്റെ വേർഡ്സ് എഴുതാൻ ഇംഗ്ലീഷിലാണെങ്കിൽ ABCD ഇതിനൊക്കെ വേർഡ്സ് എഴുതാൻ വേണ്ടി വരാം. അതൊക്കെ വേർഡ്സ് എഴുതുക എന്നുള്ളത് ചിലപ്പോൾ ആദ്യത്തെ എക്സാമിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് വരാം. പിന്നെ ചിഹ്നങ്ങൾ എഴുതാൻ വേണ്ടി വരാം. ചിലപ്പോൾ ചിഹ്നങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരാം. ചിഹ്നങ്ങൾ എഴുതുക മാത്രമല്ല ചില ക്വസ്റ്റ്യൻസ് ചില സമയത്ത് മാച്ച് ചെയ്യാനായിരിക്കും, അങ്ങനെ വരാം. അതേപോലെ തന്നെ നമ്മൾക്ക് എഴുതാൻ വേണ്ടി വരാം. 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ചിലപ്പം അതുപോലൊന്നും എഴുതാനുണ്ടാവില്ല. അപ്പൊ അത് കുറച്ചുകൂടെ അവരുടെ എന്താണോ അവരുടെ പഠിക്കാൻ ഈ ഒരു ടേമിലുള്ളത് ആ എല്ലാ കാര്യങ്ങളെല്ലാം തിരിച്ചും മറിച്ചും അവർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതാ വീട്ടിൽ പോയിട്ടുള്ള ഭാഗത്തേക്ക് എഴുതുക എന്നുള്ളതാണ് എപ്പോഴും വരാവുന്ന ഒരു കാര്യം. ഇപ്പം 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിലേക്ക് എത്തുന്ന കുട്ടികളാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാനായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഇപ്പൊ ചിലപ്പോൾ കൊടുക്കും. ദ ബേർഡ് ക്യാൻ ഫ്ലൈ എന്നാണെങ്കിൽ ബേർഡ് കൊടുക്കും, ചിലപ്പോൾ ക്യാനും കൊടുക്കും. ഫ്ലൈന്റെ ആടെ ചിലപ്പോൾ ബ്ലാങ്ക് കൊടുക്കാം. അപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് ആദ്യത്തെ എക്സാമിന് ചിലപ്പം അങ്ങനെയൊക്കെ ആയിരിക്കാം. പിന്നെ ആയിരിക്കും സെക്കൻഡ് ടേം എക്സാമിലേക്ക് ചിലപ്പോൾ മുഴുവനായിട്ട് എഴുതാൻ വേണ്ടി വരും. നമ്മൾക്ക് അറിയില്ല എങ്ങനെയായിരിക്കും. അപ്പൊ അവർക്ക് മുഴുവനായിട്ട് എഴുതാനും പഠിപ്പിക്കാം. അതേപോലെ ഇതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടും എഴുതി പഠിപ്പിക്കാം. ചെറിയ LKG UKG കുട്ടികൾക്ക് വേർഡ്സുകളാണ്. അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. എൻ്റെ മോൾക്ക് വേർഡ്സുകളായതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുണ്ട്. ആ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എന്ന് പറയുന്നത് അവൾക്ക് സെന്റൻസസ് ഒക്കെ എഴുതാനുണ്ട്. അപ്പോൾ സെന്റൻസസ് ഇതുപോലെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ ചെയ്യിക്കാനായിരിക്കാം. ബട്ട് അവർ കൃത്യമായിട്ട് മുഴുവനായിട്ട് എഴുതാനും കൂടെ നിങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യം കേട്ടോ. കാരണം ഇൻ കേസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ പറ്റണം. പിന്നെ ഒരു കാര്യത്തെ അവർ പൂർണ്ണമായി അറിയുമ്പോഴാണ് അതിനിപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ വന്നാലും അവർക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുക. എനിക്ക് ഇതുപോലെ പിക്ചേഴ്സ് ഒക്കെ വരച്ചു കൊടുത്തിട്ട് അതിന്റെ പേര് എഴുതാൻ വേണ്ടിയിട്ട് അവരോട് പറയാം. അതേപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും പിക്ചേഴ്സ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എത്തുമ്പോൾ അവരെ കൊണ്ട് പിക്ചേഴ്സ് വരപ്പിക്കുക ചെയ്യുക. ഇന്ന ചിത്രം വരയ്ക്കുക, ആ ചിത്രത്തിന് കളർ കൊടുക്കുക, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ആ ചിത്രം അവർ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അവരെ കൊണ്ട് അതും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കേണ്ടി വരും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്ന സമയത്ത്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും A to Z ഒന്നുപോലും മിസ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു വേർഡിനെ നമ്മളിപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പഠിപ്പിച്ചു. ഇപ്പോൾ ഉറുമ്പ് എന്നുള്ളതിനെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പഠിപ്പിച്ചു, പിക്ചറിൽ എഴുതാൻ പഠിപ്പിച്ചു. അതേപോലെ തന്നെ ആദ്യത്തെ ലെറ്റർ മാത്രം ബ്ലാങ്ക് കൊടുത്തിട്ട് എഴുതാൻ പഠിപ്പിച്ചു. അങ്ങനെ ആ ഒരു ഒറ്റ വേർഡിന് നമ്മൾ എല്ലാ രീതിയിലും തിരിച്ചും മറിച്ചും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വേർഡിന്റെ ഇനി എന്ത് വന്നു കഴിഞ്ഞാലും അവർക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും ഒരു വേർഡ് എടുത്തതിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ അത് എഴുതാൻ പറ്റും. അതേപോലെ ആ ഫുൾ ഒരു പിക്ചർ കണ്ട് അതിനെ മൊത്തത്തിൽ എഴുതാൻ പറ്റും. അതേപോലെ തന്നെ അതിന്റെ സെന്ററിലെ ലെറ്റർ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ഒരു വേർഡ് നമ്മൾ പഠിപ്പിച്ച് അതിനെ എല്ലാ രീതിയിലും ചെയ്യണം. അതേപോലെ പിക്ചേഴ്സ് മാത്രം ഒരു സൈഡിൽ കൊടുത്തിട്ട് എല്ലാ പേരും ഒരു സൈഡിൽ കൊടുത്തിട്ട് ഇതിന്റെ പേരിൽ ഏതൊക്കെയാണ് എന്ന് മാച്ച് ചെയ്യുക. അങ്ങനെയുള്ള എല്ലാ രീതിയിലും തിരിച്ചും മറിച്ചും പഠിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 100% മാർക്ക് സ്കോർ ചെയ്യാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ 100 ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുതേ.